ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ട്രിക്സ് ഓഫ് ചാനൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഞാനൊരു പ്രൊഡക്റ്റ് ഇത് മാർക്കറ്റിലുള്ളത് തന്നെയാണ്, പുതിയതൊന്നല്ല, പഴയത് തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ ഇതിൻ്റെ ഉപയോഗം അറിയില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു വർക്ക് വന്നപ്പോൾ ഞാൻ അതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇതൊരു ടൈമറാണ്. ഈ ടൈമറിൻ്റെ പ്രവർത്തനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മളൊരു ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈറ്റിലേക്കോ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സിലേക്കോ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈം സെറ്റ് ചെയ്ത ആ സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായി ഓൺ ആവുകയും പിന്നെ നമ്മൾ ഓഫ് ആവുന്ന സമയം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കറക്റ്റായിട്ട് ഓഫ് ആവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ടൈമറാണ് ഈ പ്രൊഡക്റ്റ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ ദൂര സ്ഥലത്തേക്കൊക്കെ ഫാമിലിയായിട്ട് എവിടേക്കൊരു ഔട്ടിങ്ങിന് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷൻ അങ്ങനെ എന്തിനേലും പോയിട്ട് വളരെ ലേറ്റായിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നതെങ്കിൽ നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഇരുട്ടിലായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് നമുക്ക് ലൈറ്റ് രാവിലെ ഓൺ ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്കത് അത്രയും വൈകുന്നേരം വരെ അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വൈദ്യുതി ചാർജ് ഇപ്പോൾ കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ വൈദ്യുതി നഷ്ടം സംഭവിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പോവുകയാണ്, പോയിട്ട് ഒരു ഏകദേശം 9 മണിക്കാണ് നമ്മൾ വരികയുള്ളൂ, അല്ലെങ്കിൽ ഒരു 10 മണിക്കേ വരികയുള്ളൂ വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിക്ക് നമ്മുടെ ഗേറ്റ് ലൈറ്റ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മണിക്ക് ഇതിൽ ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അത് 6 മണിയായി. അതിൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്ത് വെച്ചിരിക്കണം. ഈ ടൈമറിൽ കൂടെയാണ് അതിൻ്റെ സപ്ലൈ നമ്മുടെ ഗേറ്റിലേക്ക് പോകേണ്ടത്. ഒരു 6 മണി ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി ഓൺ ആവുകയും ചെയ്യും. പിന്നെ വേറൊരു ഗുണമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പുകളിലൊക്കെ ചിലപ്പോൾ ഒരു 7 മണിക്ക് 8 മണിക്കൊക്കെ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വീടുകളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കൊരു 10-12 മണി വരെ നമ്മുടെ നമ്മുടെ ഷോപ്പിൻ്റെ നെയിം ബോർഡ് ലൈറ്റ് കത്തി ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു 6 o'clock to 12 o'clock അല്ലെങ്കിൽ 11 o'clock വരയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് 6 മണിക്ക് ഓൺ ആവുകയും 11 മണിക്ക് ഓഫ് ആവുകയും ചെയ്യും. അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്കിതിൻ്റെ വേറെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. തിങ്കളാഴ്ച 6 to 11 വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ചൊവ്വാഴ്ച നമുക്ക് വേറൊരു സമയം സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓരോ ദിവസവും വെവ്വേറെ സമയം നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതേപോലെ എല്ലാ ദിവസങ്ങളും ഒരേ സമയം നമുക്ക് ഓൺ ആവുകയും ഒരേ സമയം ഓഫ് ആവുകയും ചെയ്യേണ്ട സിറ്റുവേഷനും ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കത് വളരെയധികം ഫ്രണ്ട്ലിയാണ്. നമുക്ക് തന്നെ ഇത് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാനും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് എനിക്കൊന്ന് കിടക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെയാണ് ഇതുണ്ടാവുക. നല്ല ഭംഗിയിൽ ആണ് ഉണ്ടാവുക. ഇതിനോടൊപ്പം നമുക്ക് സ്പെസിഫിക്കേഷനും അതിൻ്റെ വയറിംഗ് ഡയഗ്രാം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ അറിയാനുള്ള ഒരു കാറ്റലോഗ് നമുക്ക് ലഭിക്കും. പിന്നെ ഇത് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ മുകളിലൊരു ഫ്രണ്ട്ലി കവർ ഉണ്ടായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് കൊണ്ടുള്ളൊരു കവർ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കൈ അതിൽ ടച്ച് ചെയ്യാതിരിക്കാൻ പിന്നെ ഒരു സേഫ്റ്റി പ്രിക്കോഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്ലാസ് ഉള്ളത്. അപ്പം ഇനി എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യണത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഇന്നത്തെ ദിവസവും ടൈമും സെറ്റ് ചെയ്യാം. ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും തേഴ്സ്ഡേ സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ സമയം ഇപ്പോൾ 1:46 സമയം. അപ്പോൾ നമ്മൾ റെയിൽവേ ടൈമാണ് ഇത് സെറ്റ് ചെയ്യുക. അപ്പോൾ 1:46 എന്ന് പറഞ്ഞാൽ 13:46 അങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ മിനിറ്റ് സെറ്റ് ചെയ്യണം. ഇതാണ് സമയം. ഇപ്പോൾ ക്ലോക്കായി. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇതിലത്തെ ഓൺ ആവേണ്ട സമയം, അതായത് ലൈറ്റ് ഓൺ ആവുന്ന സമയമാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം 6:30 ലൈറ്റ് ഓൺ ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് റെയിൽവേ ടൈമാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 12:06 അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണം. ആ ടൈമറിൽ ആദ്യം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി വരും. ഡേ ചോദിക്കും. അപ്പോൾ എല്ലാ ദിവസം വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്യണം. ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൺഡേ ട്യൂസ്ഡേ അല്ലാണ്ട് നമുക്ക് സിംഗിളായിട്ടും ചെക്ക് ചെയ്യാം. അതിന് ശേഷം ഡേ സെറ്റ് ചെയ്തതിന് ശേഷം ഹവർ അമർത്താം. അപ്പോൾ
ഇതേപോലെ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ആവും. 18 ഇനി 30. ഇതിങ്ങനെയായി. ഇനി വീണ്ടും ഒന്നും കൂടി ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ആവേണ്ട സമയം കാണിക്കും. അപ്പോൾ ഈ ഡേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉള്ളതാണ് വരുന്നത്. അപ്പോൾ ഇത് ഓഫ് ആവേണ്ട സമയം അവർ പറഞ്ഞിരിക്കുന്നത് രാവിലെ 6 മണിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് ചെക്ക് ചെയ്യണം. 3, 4, 5, 6 മിനിറ്റ് പറഞ്ഞത് 6 മണിയാണ്. അപ്പോൾ സോറി 7 ആവും. ആറ് മണിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷം വീണ്ടും ഈ ക്ലോക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് സെറ്റായി. ഇനി ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട സ്ഥലം ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ എഴുതിയിട്ടുണ്ടാവും ന്യൂട്രൽ ലൈന് ഈ ഭാഗം. ഇതിൽ ഫേസ് ന്യൂട്രൽ കൊടുക്കുക. ഇതിൽ ലോഡ് എഴുതിയിട്ടുണ്ടാവും, ന്യൂട്രൽ ലോഡ് ഔട്ട്പുട്ട് എഴുതിയിട്ടുണ്ടാവും. ഇതിൽ റേറ്റിലേക്കും കൊടുക്കുക, ഇതിലേക്ക് പവറും കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതേപോലെ ഈ വയറിൻ്റെ പിന്ന് വെച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുക. ഈ പിന്ന് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൂസ് കണക്ഷൻ, ഷോർട്ട് സർക്യൂട്ട് ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇതേപോലെ അത് ക്രിമ്പ് ചെയ്ത് വെക്കണം വയറിൻ്റെ മുകളിൽ. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ലീവ് ഇടാം. ഞാനിപ്പോൾ സ്ലീവ് ഇപ്പോൾ എനിക്ക് കിട്ടിയില്ല, അത് കാരണം കൊണ്ട് ഞാൻ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പവർ ലൈൻ ഫേസ് ന്യൂട്രൽ, അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഔട്ട്പുട്ട് ഏതാണോ ലോഡ് കൊടുക്കുന്നത് ആ ലോഡിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗം ഫേസ് ന്യൂട്രൽ ഇതേമാതിരി പ്രസ് ചെയ്ത് പിടിക്കുക. അടുത്തതായി ഇതിൻ്റെ ഔട്ട്പുട്ട് ലോഡ്, നമ്മൾ എന്താണോ ലോഡ് കൊടുക്കുന്നത് അതവിടെ കണക്ട് ചെയ്യുക. നമുക്കിവിടെ ഒരു ചെറിയ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റിൻ്റെ ഒരു 5 മിനിറ്റ് ഒരു 6 മണിക്ക് ഓൺ ചെയ്ത് 6:05 ഓഫ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം. ടൈമറിൽ നമുക്ക് ഏത് ടൈം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.